ഏട്ട് എന്ത് അസലായിട്ട് പാടണേ. ബാസേട്ടോ കളിയാക്കണ്ട ടോമിനെ. ഞാൻ പറഞ്ഞത് രമണേട്ടയുടെ കാര്യം. അപ്പൊ ഞാനോ? ആമിനി നന്നായിട്ട് പാടി. പക്ഷെ രമണേട്ട എന്താ ശബ്ദം, എന്താ ഒരു ഗ്രേസ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാട്ടോ. എന്ത് ചേർച്ച? പാട്ട്. ആ കെമിസ്ട്രി ശരിക്കും വർക്കൗട്ടായി. ഇത് വൈറലാവും. എന്താ ഉമ്മറേ, നിങ്ങളെന്താ ഫോൺ എടുക്കാതെ? നിങ്ങൾ വിളിച്ചിനാ? ഞമ്മളറിഞ്ഞില്ല. എന്തേ? നിസ്കാരപ്പള്ളിന്റെ മുമ്പിൽ ബോംബ് പൊട്ടി. ബാമ്പാ? ആ, നിങ്ങൾ എന്താ ഈ പറയണേ? പേപ്പറിൽ അവിടെ ബോംബ് പൊട്ടി ഇവിടെ ബോംബ് കൊച്ചൊന്ന് വായിക്കുന്നല്ലാണ്ട് 12 ഇക്കാരത്തിനിടയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുമല്ല പടക്കം പൊട്ടിയതാവും. പടക്കം അങ്ങനെ പൊട്ടുക? നേർച്ചപ്പെട്ടിന്റെ തറ പൊളിഞ്ഞിക്കണ്. ഇത് ബോംബ് തന്നെ. നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കണം അജനെ. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും പണിയാവും ഉമ്മറേ. 12 ആരും ഇത് ചെയ്യൂല. ഇതിന്റെ പേരിൽ മതങ്ങൾ തമ്മിൽ തല്ലുണ്ടാവരുത്. നമ്മൾ 3-4 ആള് വിചാരിച്ച നടക്കും. ഓടാമോനെ ഓടിക്കോ. അതായിരിക്കുന്നു എലിയെ പിടിക്കാണല്ലോ. ഇവറ്റുള്ള പറമ്പിലിക്കന്നെ തുറന്നു വിട്ട വീണ്ടും പറയൽക്കന്നെ കയറി വരില്ല എന്റെ മാഷേ. നാളെയും കൂടെ വെച്ച് പിടിക്കാലോ. കൊല്ലാൻ മനസ്സ് വരുന്നില്ല. ഒരു ജീവൻ എടുക്കാൻ നമുക്ക് എന്താ അവകാശം? അല്ല എന്താ എല്ലാരും കൂടി? ഞമ്മളെ ചങ്കരം കണ്ടത്ത് ദിവാകരന്റെ മോൻ അനൂപിനെ, മാട്ടാത്തൊടി രാജന്റെ മോൻ എന്താ അച്ചക്കന്റെ പേര്? ദിൽഷാനോജ്. ആ അപ്പു. ഓനെയും പോലീസ് പിടിച്ചോണ്ട് പോയി. കട്ടോനെ കണ്ടില്ലെങ്കിൽ കണ്ടോനെ പിടിക്കുക. ജാമ്യം കിട്ടാത്ത വകുപ്പാന്ന് കേൾക്കുന്ന മാഷ്. ഓരെ മോചിപ്പിക്കണം. പോലീസ് സ്റ്റേഷൻ മാർച്ച്, ധർണ, മാഷ് വരണം, പ്രസംഗിക്കണം. അതാണ്. ഞാൻ വരില്ല മാഷേ. എരുതിയിൽ എണ്ണ പകരാൻ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പഴയ പട്ടാളക്കാരൻ കൂട്ടു നിൽക്കില്ല. മാഷിനപ്പോ സ്വജന സ്നേഹമില്ല. നിങ്ങൾക്ക് അതില്ലാത്തത്. ഉണ്ടെങ്കിൽ കുളം കലങ്ങുമ്പോ മീൻ പിടിക്കാറില്ലല്ലോ. നിസ്കാരപ്പള്ളിക്ക് മുന്നിൽ ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഒരു വിത്തിട്ടു. അത് വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തല്ലേ ജനാർദ്ദന? ഒരു കൂട്ടര് മാത്രം എന്നാര് പറഞ്ഞു? ആ KM റൈഡേഴ്സിലെ സുലൈമാൻ സാഹിബും നമ്മുടെ അസനാർ രാജുവൊക്കെ ഇപ്പൊ ഫോൺ വിളിച്ച് വെച്ചതേ ഉള്ളൂ. നമ്മൾ കുറച്ചുപേരെ ഒത്തുപിടിച്ച മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളും ഉണ്ടാവാതെ ഈ 12 സംരക്ഷിക്കാൻ കരണേട്ടാ. വൈകിട്ട് വീട് വിടാൻ തരാൻ കയറി ഇറങ്ങിയ ഒരു ബോധവൽക്കരണം നിങ്ങളെല്ലാരും പങ്കെടുക്കണം. മേപ്പരക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാ മാഷിന്റെ ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്ന മാഷ് കുറപ്പുണ്ടോ? ഉണ്ട്. തുടർന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ഞാനേ എന്റെ ഈ മീശ എടുക്കും. ഈ മീശ എടുക്കുന്നല്ല വലിയ കാര്യം ജനാർദ്ദന. ഈ മീശ എടുക്കുന്നതിനേക്കാൾ എളുപ്പമാ എനിക്ക് എന്റെ ജീവൻ എടുക്കുക. എവണോ അന്റെ അച്ഛൻ പരമേശ്വര മാഷി പുലിയാണ്ടോ. സംഘർഷ മേഖലകളിലല്ലേ വീട് വീടാന്തരം കയറി ഇറങ്ങി സമാധാനത്തിന് സുപ്രപതാക പറപ്പിച്ചത്. എടോ സുപ്രപതാക അല്ല, ശുഭ്ര പതാക. ആ പതാക പറച്ചത് എങ്കിലുണ്ടല്ലോ മീനുവിന്റെ ഉപ്പയ പുലിസിംഹം. എല്ലാവരുടെ മുമ്പിൽ നെഞ്ചൂരി ചേർന്ന ആരാ? അസനാരാജി. ആഹാ. അപ്പൊ എന്റെ അച്ഛനും മാമിനോട് ഉപ്പയും നല്ല ടേംസിലായ സ്ഥിതിക്ക് എന്റെ മനസ്സിലുള്ള ഓളോട് തുറന്ന് പറഞ്ഞോളാ. എന്റെ ബഷീറെ, പ്രണയം അങ്ങനെ തുറന്നു പറയാനുള്ളതല്ല, പിന്നെ മൂടി വെക്കാനുള്ളതാ. എടോ അത് അനുഭവിപ്പിക്കണം. അതനുഭവിക്കുമ്പോണ്ടല്ലോ മനസ്സിന്റെ തന്ത്രങ്ങളിൽ എന്തുണ്ടാവും? അനുരണനങ്ങൾ ഉണ്ടാവും. അരണകളാ? എടോ അങ്ങനെ വെച്ചാ ഈ വീണക്കമ്പികളിൽ മയിൽപ്പീലി കൊണ്ട് തഴുകുമ്പോൾ ഉണ്ടാകുന്ന സുഖം പിന്നെ പിന്നെ ഒരു നേരം കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഉണ്ണാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയാകും. ആ അവസ്ഥ ആയാൽ ലോകത്തുള്ള ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ പറ്റില്ല. ഈ മലയാള സാഹിത്യം പഠിക്കുന്നതിന്റെ ഗുണം കാണാനുണ്ടല്ലോ. കാണുന്നില്ലല്ലോ. ആരാ? അല്ല ഈ നിലാവ് അതിവിടെ തന്നെ. നമ്മൾ കുറച്ച് വടക്കുന്ന് വരിക. ഹിമാലയത്തിൽ നിന്ന് അത്രക്കൊന്നും പോണ്ട. ഇവിടെ മണ്ടത്തോട് അങ്ങനെ 1.5 കിലോമീറ്റർ പോയാൽ മതി. പിന്നെ നമ്മൾ എന്താ ഇത്രയും ദൂരം വന്നെന്ന് വെച്ചാൽ നമ്മളെ മരുമോളെ നിക്കാഹാണ്. അതായത് എന്റെ പെങ്ങളെ മോളെ. അത് ഈ 26-നാണ്. അത് നിങ്ങളൊക്കെ വേണം. അല്ല അതിന് നമ്മള് തമ്മില് യാതൊരു ബന്ധവുമില്ല.
പക്ഷെ നിങ്ങൾ വേണം. നിങ്ങൾ ഈ ഒപ്പനയും കളിയൊക്കെ വേണം. നിങ്ങൾ ഉദ്ഘാടനത്തിന്റെ പാട്ടും കളിയൊക്കെ സിറ്റി ടിവിയിൽ കണ്ടപ്പോ മുതൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരേ പൊടിവാസി. ഒപ്പനക്ക് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യണം. അതേതായാലും നന്നായി. പഴയ കാലത്ത് ബന്ധത്തിലും സ്വന്തത്തിലൊക്കെ പെട്ട പെൺകുട്ടികളാണല്ലോ പാട്ടുകളിയൊക്കെ. ഇപ്പൊ ഒക്കെയും പരിഷ്കാരമായില്ലേ. നേരം കിട്ടിയ മൊബൈലിലും കുത്തി ഏതെങ്കിലും മൂലൊക്കെ പോയിരിക്കും. ആട്ടെ, എങ്ങനെയാണ് നമ്മളെ റേറ്റ്? അല്ല അത് ഒരു മിനിറ്റേ. ഓ, നമുക്കൊരു 10,000 പറയാം. 10,000 പറഞ്ഞാൽ ആയിക്ക വേണ്ടെന്ന് പറഞ്ഞു പോയാലോ? ഇത് എത്ര പറഞ്ഞാലും ആയിക്ക കുറയ്ക്കും. പിന്നെന്താണ്? ഇതെന്താ ഇപ്പൊ ഇത്ര ആലോചിക്കാൻ? അല്ല ഇത്ര ദൂരമുള്ള സ്ഥിതിക്ക് എന്ത് ദൂരം? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ആ റേറ്റ് പറയും. ഇതിന്റെ പകുതിക്കാണെങ്കിലും നമുക്ക് ഒക്കും. മുതലാവൂലേക്ക. കളിക്കണ കുട്ടികള്, ഓർക്കസ്ട്ര, മെയിൻ ആയിട്ട് പാടുന്ന കുട്ടി, സൗണ്ട് എഞ്ചിനീയർ ഒക്കെ ചെലവല്ലേക്ക. നിക്കാഹിന് ഈ ഒപ്പനയും കളി മാത്രം പോരല്ലോ. ബിരിയാണി, നെയ്ച്ചോറ്, പന്തല്, സ്വർണം, ഇതിൽ എവിടെ കുറക്കും? നിങ്ങൾ പറയും. ഇക്ക ഒന്നിനും കുറയ്ക്കണ്ട. നമ്മുടെ ഒപ്പനയും കളിയും വേണ്ടെന്ന് ചോദിച്ചു. അല്ല ബഷീറേ, അനുരണനം ഉണ്ടാക്കാൻ കിട്ടിയ അവസരമാണ്. നിങ്ങൾ ഉണ്ടാവും. ഇക്ക വരും. ഈ നോക്കിക്കോ. അതെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരു 30 ഉറപ്പിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഇപ്പൊ തരാം. എത്ര? 30,000. ഇനി നിങ്ങൾ ഇത് തെറ്റിക്കരുത്. സമ്മതിക്കും കുട്ടികളെ. ഇക്ക ഇത്രയും ദൂരം മോഹിച്ചു വന്നല്ലേ രമണ. ചെറിയൊരു റിഡക്ഷൻ കൊടുക്കാം. ഈ പറഞ്ഞാ കൊടുക്കാം. പക്ഷെ ഇക്ക ഈ തുക പുറത്താരോട് പറയുന്നു? ഏയ്, നമ്മൾ ആരോട് പറയാൻ? ഇതാ അഡ്വാൻസ് 5,000. അഡ്വാൻസ് അല്ലല്ലോ, വിശ്വാസം. അതല്ലേ എല്ലാം. അതെല്ലേ. പന്ത്രണ്ടത്താണിൽ നിന്നും സുർജിത്ത് നമ്മോടൊപ്പം ചേരുന്നു. എന്തൊക്കെയുണ്ട് പന്ത്രണ്ടത്താണിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ സുർജിത്ത്? രാജേഷ്, പന്ത്രണ്ടത്താണിൽ 2 മതവിഭാഗത്തിൽപ്പെട്ട 2 പേർക്കാണ് വെട്ടേറ്റുള്ളത്. ഷഫീഖ് എന്ന യുവാവും അശോകൻ എന്നയാളുമാണ് 2 ആശുപത്രികളായുള്ളത്. ഷഫീഖ് അടയ്ക്ക പറിക്കുന്ന തൊഴിലാളിയാണ്. പണിക്കിടെ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ ഒരു സംഘം ആളുകൾ വടിവാളും ഇരുമ്പുവയ്പ്പുകളുമായി വന്ന് ഷഫീഖിനെ ആക്രമിക്കുകയായിരുന്നു. ഇടവഴിയിൽ ചോര വാർന്നു കിടന്ന ഷഫീഖിനെ അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനായതെന്നാണ് പ്രദേശവാസികൾ അറിയിച്ചത്. തലയ്ക്കും നെഞ്ചിനും വെട്ടേറ്റ ഷഫീഖ് ഇപ്പോൾ KM ഹോസ്പിറ്റൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. സുർജിത്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകോപനമുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ? രാജേഷ്, അടുത്ത കാലം വരെ മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് തന്നെ വളരെ മാതൃകയായിരുന്ന ഒരു പ്രദേശമായിരുന്നു പന്ത്രണ്ടത്താണി എന്ന ഏറനാടൻ ഗ്രാമം. മാസങ്ങൾക്ക് മുമ്പ് നിസ്കാര പള്ളിക്ക് മുന്നിൽ ഒരു പടക്കം പൊട്ടിയതിൽ നിന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പന്ത്രണ്ടത്താണിയിലേക്ക് 2 ബറ്റാലിയൻ ആംഡ് പോലീസ് അയക്കാൻ ആഭ്യന്തരമന്ത്രി ബോധവൽക്കരണം പറഞ്ഞു വരും. എന്നെ പേടി വരുന്നേട്ടാ. നേരിട്ട് കാണുമ്പോൾ പറയാലോ. പുറക്കകത്തുണ്ടാവോ? പുറക്കകത്തേ മാഷേ മാഷേ ഓ, അപ്പൊ മാഷ് തോൽവി സമ്മതിച്ചു, മീശ എടുത്തു. മാഷിന്റെ ബോധവൽക്കരണം കാരണം 2 കുഞ്ഞു കുട്ടികൾക്ക് അച്ഛനില്ലാതാവാൻ പോണത്. അശോകന്റെ നില ക്രിട്ടിക്കലാ. നേതൃത്വം കൊടുക്കുന്നവരും ആഹ്വാനം ചെയ്യുന്നവരും അല്ലല്ലോ, പാവപ്പെട്ട നിരപരാധികളല്ലേ ഇരകളാവുന്നത്. മാഷേ, ഒരു തർക്കത്തിനല്ല ഞങ്ങൾ വന്നത്, ഒരു കാര്യം അറിയിക്കാനാ. മാഷിന്റെ മോൻ കണ്ടവന്റെ തിണ്ണനിറങ്ങി പാട്ടും മാർഗങ്ങളിലേക്കായിട്ട് നടക്കുന്നുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം എന്ന് പറയാനാ. ഇല്ലെങ്കിൽ ഓന്റെ കാല് ഞങ്ങൾ വിട്ടു.